ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് ഒരു ചില്ലി സോസേജിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കണ്ടിട്ട് വന്നാലോ. അപ്പം നമുക്ക് ഈ സോസേജിൻ്റെ പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരളവിലെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു 24 പീസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 24 പീസാണ് ടോട്ടലുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജിലേക്ക് ഒരു 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. നമുക്ക് സോസേജ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ റിഫൈൻഡ് ഓയിൽ എടുത്തേക്കും, സൺഫ്ലവർ ഓയിൽ. അപ്പം വെളിച്ചെണ്ണയൊന്നും ചേർക്കരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്, വളരെ കുറച്ച് ഓയിൽ മതി. അപ്പോൾ അതേ പാൻ ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് പെപ്പറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിന് ഇട്ട് കൊടുക്കാം, പാനിലേക്ക് ഇടാം. സോസേജൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിയെടുക്കാം. ഇതെല്ലാം ഇതുപോലെ തന്നെ, ഇത് ഫസ്റ്റ് സെക്ഷനാണ്. ഇനി ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കും. ഒരുപാട് ഓയിലൊന്നും ഇട്ടിട്ടില്ല. ഇതിൽ വെച്ചിട്ടുള്ള കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ സമയം നമുക്ക് തീ വയ്ക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്, വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഇനി നമുക്ക് സവാള, 2 സവാള ഇതേപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തത്, അതും പിന്നെ 1 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ 1 ക്യാപ്സിക്കം ഞാനിവിടെ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, അതും ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ. ഗ്രീൻ ചില്ലി സോസ് ആയാലും കുഴപ്പമില്ല. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോസേജും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ നൂഡിൽസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റുമാണ്. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് സെലറി ഇട്ട് കൊടുക്കുകയാണ്. സെലറി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോസേജ് ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെപ്പറിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്താണ്, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിക്കായി കിട്ടും. പെട്ടെന്ന് തന്നെ തിക്കായിക്കോളും. ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി സോസേജ് റെഡിയായി. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ നേരം സോസേജിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം പിന്നീട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കാര്യം സോയാ സോസിലൊക്കെ ഒരു സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.